ഇന്ന് നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ബിരിയാണി സെന്ററിൽ പോയി ബിരിയാണി കഴിക്കാൻ പോയതാണ്. നമ്മളെ കോഴിക്കോട് കാരപ്പുറം ഈസ്റ്റീൽ റോഡിൽ അവിടെയാണ് ഒരു പുതിയ ഷോപ്പ് കണ്ട ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയത് ചെയ്തല്ലോ കേട്ടോ. എന്തോ AVR അങ്ങനത്താണ് പേര്, AVR ബിരിയാണി കമ്പനി എന്നിട്ടാണ് പേര് വരുന്നത്. അപ്പോൾ മെനു നോക്കിയപ്പോൾ തലശ്ശേരി ബിരിയാണി, ചിക്കൻ ബിരിയാണി, നമ്മൾ ബീഫ് ബിരിയാണി, നെയ്ച്ചോറ് സ്റ്റൂ അങ്ങനത്തെ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സീറ്റിംഗ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഒരു നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി ഇങ്ങനെ കാണില്ല, സെൽഫ് സർവീസ് സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിലുള്ള സീറ്റിംഗ് ഒക്കെ. അപ്പോൾ എന്തായാലും ഞാനും ഉണ്ട്, മോളും ഉണ്ട്, വൈഫും ഉണ്ട്. അപ്പോൾ എന്തായാലും ബിരിയാണി തന്നെ, നെയ്ച്ചോറ് സ്റ്റൂ വാങ്ങുന്നില്ല, 3 ബിരിയാണി വാങ്ങി കൊണ്ട് തുടങ്ങാം. പിന്നെ അവിടെ ചുമരിലൊക്കെ നമ്മളെ കോഴിക്കോടത്തെ കുറേ സ്മാരകങ്ങൾ എന്നൊക്കെ പറയാം. നമ്മളെ മിസ്കാൽ പള്ളിയാന്ന് തോന്നില്ല, അതിന് മാനാഞ്ചിറൊക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മളെ മാനാഞ്ചിറൻ്റെ ആ ഗേറ്റ് ഒക്കെ നല്ലൊരു രസമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ബിരിയാണിക്ക് എത്തിയിട്ടുണ്ട്. തിരക്കൊക്കെ ആവുന്നേ ഉള്ളൂ. നമ്മൾ 12 മണി ആ ഒരു സമയത്താണ് വന്നതിന്. പുതിയൊരു ഷോപ്പും അല്ലേ. അപ്പോൾ എന്തായാലും 3 ബിരിയാണി, നമ്മൾ തലശ്ശേരി ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പിന്നെ കോഴിക്കോടൻ ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു മുക്ക് ഹാഫ് ലഗോൺ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയും. ആദ്യം മൂക്കുള്ള അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാം. ഞാനൊരു ലെഗ് പീസ് പറഞ്ഞിട്ടോ, പിള്ളേർക്ക് അത് ഇഷ്ടമാണ്. ലെഗ് പീസ് അതും കടിച്ച് അങ്ങനെ കളിച്ചോളൂ. പിന്നെ ഇത് നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ട്, തലശ്ശേരി ബിരിയാണി ബ്രോയിലറിൽ പൊരിച്ചിട്ട് ചെയ്താന്നാണ് പറഞ്ഞത്. അത് നോക്കട്ടെ, വൈഫിന് പൊരിച്ച ബിരിയാണി ഇഷ്ടം, അപ്പോൾ അത് വൈഫ് കഴിക്കട്ടെ. എത്ര പീസ് ഉണ്ട് നോക്കട്ടെ. ഒരു പീസ്, 2 പീസ് ഉണ്ടാവേണ്ടതാണ്. ഫുൾ ബിരിയാണി 2 പീസാണ്, 2 പീസ്. റേറ്റൊക്കെ ഞാൻ അവസാനം കാണിച്ചു തരട്ടെ എത്ര ഉണ്ട് ഉള്ളത്. 2 പീസ് ബ്രോയിലറിൻ്റെ പീസ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വൈഫ് കഴിക്കട്ടെ. ഇനി നല്ല ബീഫ് ബിരിയാണിയിലേക്ക് പോട്ടെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എത്ര പീസ് ഉണ്ട് നോക്കട്ടെ. അത് മൊത്തത്തിൽ ഇന്ന് ഇങ്ങോട്ട് തട്ടുന്നില്ല. എനിക്ക് ഫുള്ള് കഴിക്കാനുള്ളൊരു മൂഡില്ല. വേറെയും ഫുഡൊക്കെ കഴിച്ച് വരികയാണ്. നോക്കട്ടെ, 2 പീസ് ഉണ്ടാവും. 2 പീസ് ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെ കേട്ടോ. ഇനി നോക്കാം. ഇല്ല, അത് തന്നെയുള്ളൂ, 2 പീസ്. കുറച്ച് റൈസ് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സാധനം ഉണ്ട് കേട്ടോ. ഇനിയും സാധനം അതിലുണ്ട്. 2 പീസ് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അത് റൈസ് എങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് ബിരിയാണി മസാല പ്രത്യേകമായിട്ട് കാണേണ്ട ആവശ്യമില്ല, അതിലൊരു ഫ്ലേവർ ഉണ്ടാവും. നോക്കട്ടെ കേട്ടോ. നല്ല ഫ്ലേവറൊക്കെ പിടിച്ച സെറ്റ് റൈസാണ് കേട്ടോ. പിന്നെ പീസ് അല്ലേ, എന്നിട്ട് പൊട്ടിച്ച് നോക്കട്ടെ. നന്നായിട്ട് ഇങ്ങനെ എല്ലിന് പോലെ വിട്ടിങ്ങനെ വരുന്ന ആ ഒരു രീതിയല്ല, നന്നായിട്ട് വെന്ത് ദമ്മ് കെട്ടുന്ന സാധനം. ആ ഒരു മസാല ആ ഒരു ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് നോക്കട്ടെ. അത്യാവശ്യം നല്ലൊരു ഫ്ലേവറുള്ള ബിരിയാണി കേട്ടോ. 2 പീസ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. വലിയ പീസ്, അത്യാവശ്യം വലുപ്പമുള്ള 2 പീസ്. ഇപ്പം എന്തായാലും നമ്മൾ എവിടെ നിന്ന് ബിരിയാണി കഴിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്തെ ബിരിയാണി, നമ്മൾ തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, നമ്മൾ പാലക്കാട് പോയപ്പോൾ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഒക്കെ ഓരോന്ന് ഓരോ രീതിയിലായിരിക്കില്ല, ആ ഒരു പ്രത്യേകതയല്ലേ. നമ്മൾ തലശ്ശേരി പോയാൽ വേറെ രീതി, കോഴിക്കോട് എത്തിയാൽ വേറെ രീതി, ഒക്കെ ഒരു വേറെ. പിന്നെ ഈ അച്ചാർ, നമ്മളെ പപ്പായൻ്റെ അച്ചാറാണ്, മധുരമുള്ള ടൈപ്പ് ബിരിയാണിക്ക് അച്ചാർ പറ്റും. പിന്നെ ഉള്ളി സാലഡ് ഉണ്ടായിരുന്നു. അച്ചാർ നല്ല ടേസ്റ്റ് ഈ ഒരു ബിരിയാണിക്ക് കൂട്ടി കഴിക്കാൻ. നോക്കട്ടെ ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ഒരു പീസും വെച്ച് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അടിപൊളി. സാധാരണ കാരക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, കാരക്ക പപ്പായ ഒക്കെ ആയിട്ടാണ് ആ ഒരു അച്ചാർ വരല്. നമ്മൾ തമാശയ്ക്ക് നമ്മളെ ബിരിയാണി അച്ചാർ എന്ന് പറയും, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കുക. അത് വേറെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കോഴിക്കോട് ഞാൻ കണ്ടില്ല, വേറെ എവിടെയും കണ്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ നമ്മളെ വേറെ എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ, പണ്ട് മുതലേ കിട്ടും. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ വന്നിട്ട് ചെയ്തവരുണ്ടാവും, പണ്ട് മുതലേ കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. തലശ്ശേരിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തീർത്തേക്കട്ടെ. അപ്പോൾ ഒരു അടിപൊളി ബിരിയാണി സെൻറ്റർ പുതിയത് കേട്ടോ. ഒരു മാസം മറ്റായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു. പിന്നെ ഇതിന് റേറ്റ് വരികയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ തലശ്ശേരി ബിരിയാണി 160, ബീഫ് ബിരിയാണി 140,
ഒരു ചെറിയ ചിക്കൻ പൊരിച്ചതും കൂടി ആവായത് നമ്മുടെ കോഴിക്കോടത്തെ ഒരു ട്രെൻഡ് വെച്ച് എല്ലായിടത്തിലേക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കും. എൻ്റെ മോളൊരു ചിക്കൻ പൊരിച്ചോടെ വെക്കാൻ. ഇത് നമ്മളെ കോഴിക്കോട് കാരപ്പറമ്പ് ഈസ്റ്റിലേക്ക് പോകുന്ന ആ റോഡില്ലേ, നമ്മൾ ആ റോഡിൽ ഏകദേശം നടുവിലായിട്ട് വരുന്ന ഒരു AVR ബിരിയാണി കമ്പനി മറ്റാണ് പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.